ലോകേഷ് കനകരാജിന്റെ മറ്റൊരു പുത്തൻ അവതരണം. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രജനിയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ആദ്യ പകുതി പൂർത്തിയായതോടെ ഗംഭീര പ്രതികരണമാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. മാസ് മോഡലിൽ രജനിയെ സ്ക്രീനിൽ കാണിക്കാൻ ലോകേഷിന് സാധിച്ചുവെന്ന് ഒരു പറ്റം പറയുന്നു. അനിരുദ്ധിന്റെ BGM കൂടെ ആയതോടെ സിനിമ വമ്പൻ ഹിറ്റാകുമെന്നാണ് ആരാധകരുടെ പ്രതികരണം. ആവേശത്തിനനുസരിച്ച് ആദ്യ പകുതി എത്തിക്കാൻ ലോകേഷിന് സാധിച്ചു എന്ന് ഒരു പറ്റം പറയുന്നുണ്ട്. എങ്കിൽ പോലും 2 വർഷത്തെ കാത്തിരിപ്പിന് വേണ്ടുന്ന ഒരു രീതിയാണോ ഈ സിനിമയിലുള്ളത് എന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയമുണ്ട്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം തിയേറ്ററുകളിൽ ആദ്യ ദിനത്തിലെത്തിയെങ്കിലും അത്ര പോരാ സിനിമ എന്ന തരത്തിലുള്ള അഭിപ്രായവും ഉയരുന്നു. തമിഴ് ചിത്രമാണെങ്കിലും മലയാളികൾക്ക് ഒരൽപ്പം ആത്മാഭിമാനത്തോടെ കണ്ടു നിൽക്കാൻ പറ്റുന്ന സിനിമയാണിത്. കാരണം സൗബിനും ബാബുരാജും ചേർന്ന് മലയാളികൾക്ക് ആത്മാഭിമാനം കൂട്ടുന്ന സന്ദർഭമാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയിൽ അമീർ ഖാന്റെ വരവും അത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അവസാന 2 മിനിറ്റ് പെർഫോമൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റിൽ ഒന്നായി മാറിയിരിക്കുന്നത്. നോർമൽ ആൻഡ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഇതെന്നും പറയുന്നുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സാധാരണ ഒരു രജനി പടം കാണുന്നത് പോലെ ഒരു തവണ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഒരു പറ്റം പറയുമ്പോൾ ആ സിനിമയ്ക്ക് അത്രമാത്രം ഭംഗി കൂട്ടുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ്. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, സിനിമയിൽ നാഗാർജുന, ഉപേന്ദ്ര തുടങ്ങിയിട്ടുള്ള നായകന്മാരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും 2 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.